കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ നഗരസഭ 11-ാം വാർഡിലെ ഭൂരിഭാഗം റോഡുകളും സഞ്ചാരയോഗ്യമല്ലാത്തതിൽ പ്രതിഷേധിച്ച് CPM വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മയും പ്രതിഷേധ ജാലയും സംഘടിപ്പിച്ചു. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സമാകുന്ന രീതിയിലുള്ള റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ തുടർ സമരവുമായി രംഗത്തിറങ്ങുമെന്ന സൂചനയാണ് പ്രതിഷേധ ജാലയിലൂടെ ഉയർന്നത്. മൂവാറ്റുപുഴ നഗരസഭയിലെ രണ്ടാർ പ്രദേശം ഉൾപ്പെടുന്ന 11-ാം വാർഡിലെ ഭൂരിഭാഗം റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതായിട്ട് മാസങ്ങൾ തികയുന്നു. രണ്ടാർ കാനം കവലയിൽ നിന്നും രണ്ടാർ മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദിലേക്കുള്ള പ്രധാന വഴിയായ കവളംകുഴിത്തോട് റോഡും തേനി റോഡിൽ നിന്നുമുള്ള മണലിൽ റോഡും കൊളത്താപ്പള്ളി റോഡും ഐക്കരപ്പടി മലയക്കുടി റോഡും പെരുമ്പള്ളി ബ്ലാമറ്റം റോഡും മണിയംകുളം ലിങ്ക് റോഡും പഞ്ഞക്കുളം വലിയപാറ റോഡും ഉൾപ്പെടെ നിരവധി റോഡുകളാണ് ജനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. ഈ റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് CPIM 11-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ റാലിയും ജ്വാലയും സംഘടിപ്പിച്ചത്. ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇല്ലാത്ത തരത്തിൽ ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ തകർന്നടിഞ്ഞ റോഡുകൾക്ക് ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് രൂപം നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ ജാല നടത്തിയത്. 11-ാം വാർഡ് സെക്രട്ടറിയും CPIM സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗവുമായ ബിനുമോൻ മണിയൻകുളം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ജുമാ മസ്ജിദിലേക്കുള്ള കവളംകുഴിത്തോട് റോഡിന് നഗരസഭ 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ സ്വീകരിച്ച് ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും CPIM ആരോപിക്കുന്നു. CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അനീഷ് ചന്ദ്രൻ, മുൻ കൗൺസിലർമാരായ PR ശിവശങ്കരൻ, ശാന്ത സുകുമാരൻ, BN ശശി, ബ്രാഞ്ച് സെക്രട്ടറിമാരായ മനോജ് MP, CS നിസാർ തുടങ്ങിയവർ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി. A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.